പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2025 ജനുവരി മാസത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും അനുഭവപ്പെടുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് വിജയ സാധ്യതകളുള്ള സമയമാണ്. മാസത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് മനക്ലേശം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന സ്ഥലത്ത് സഹപ്രവർത്തകരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമോ ഇണങ്ങിപ്പോകാൻ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ട പല പല സാഹചര്യങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നേക്കാം. പിന്നെ കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയൊക്കെ സഹായം ലഭിക്കുന്നതാണ്. സ്ത്രീജനങ്ങളുടെ സഹായം അവർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ആശയപരമായ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിലൂടെ അല്പം മനപ്രയാസമൊക്കെ ഉണ്ടായേക്കാം. അത് പിന്നെ പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ഈ മാറിയ കാലവുമായിട്ട് ഇണങ്ങിപ്പോകാനുള്ള ബുദ്ധിമുട്ട്, യുവാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രായമായവരുടെ കാഴ്ചപ്പാടുമായിട്ട് ഇണങ്ങിപ്പോകാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അതൊക്കെയാണ് അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകളാണ് ഈ സമയത്ത് ഉണ്ടാകാൻ ഇടയുള്ളത് ഈ ഒരു മാസം. സാമ്പത്തികമായിട്ട് കുഴപ്പമില്ലാത്ത ഒരു മാസമാണ്. ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നതാണ്. ജാതകത്തിൽ വ്യാഴവും ശുക്രനുമൊക്കെ സുസ്ഥാനത്ത് നിൽക്കുന്നവർക്കാണെങ്കിൽ സാമ്പത്തിക നേട്ടത്തിനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പലവിധ ആഡംബരങ്ങളും സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ശുക്രൻ സുസ്ഥാനത്താണ് അടുത്ത മാസം വരുന്നത്, ജനുവരി വരുന്നത് എന്ന് പറഞ്ഞാൽ ഉച്ചത്തിലേക്ക് വരികയാണ് ശുക്രൻ ക്രമേണ. അതുകൊണ്ട് തന്നെ ദേഹസുഖവും മനസുഖവും വന്നു ചേരുന്നതാണ്. ഭരണി നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? നക്ഷത്ര ദശാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം, അത് ഉച്ച രാശിയിലേക്ക് വരുന്നതിൻ്റെ ഒരു ഗുണം അവർക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ സാഹിത്യരംഗത്തും കലാരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക്, നൃത്തം, പാട്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണകരമായ സമയമാണ്. പ്രശസ്തിയും ലഭിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നിലവിലുള്ള ബിസിനസ് ആണെങ്കിലും അതുപോലെ പഠനമാണെങ്കിലും ജോലിയാണെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് ഗുണകരമായ സമയമാണ്. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ ഭരണി നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. നറുക്കെടുപ്പ്, ചിട്ടി, ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെ പണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ലഭ്യമാകുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരല്പം ബുദ്ധിമുട്ടുകൾ ചില കാര്യങ്ങളിൽ നേരിട്ടേക്കാം. പല കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യേണ്ട അവസരങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് വളരെ ഈസി ആയിരിക്കില്ല കാര്യങ്ങൾ. അഭിപ്രായ വ്യത്യാസങ്ങളോ സഹപ്രവർത്തകരുടെ അസൂയ കലുഷിതമായ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ നല്ല റിട്ടേൺ കിട്ടുന്നതാണ്, നല്ല ധനം ലഭിക്കുന്നതാണ്. വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകുന്നതാണ്. കുടുംബ സ്വത്ത് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ രേഖകൾ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കേണ്ട അവസരങ്ങളോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഓഫീസ് കയറി ഇറങ്ങേണ്ടി വരിക, അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ഒരു മുൻകരുതലോട് കൂടി തന്നെ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ടൈറ്റിൽ മാറ്റാനോ അതായത് തണ്ടപ്പേര് മാറ്റാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എക്സ്പെർട്ടുകളുടെ ഉപദേശം തേടിയ ശേഷം ചെയ്യുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ഗുണകരമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ സമ്മർദ്ദങ്ങളുണ്ടാകുന്ന ഒരു മാസമാണ്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ അല്പം വൈകിയേക്കാം എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഗവേഷണ മേഖലയിൽ, ശാസ്ത്ര മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ സമയമാണ്. അവർക്ക് പേപ്പറുകളൊക്കെ പബ്ലിഷ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ മുതിർന്ന തലമുറയുടെ കാഴ്ചപ്പാടും യുവതലമുറയുടെ കാഴ്ചപ്പാടും തമ്മിലുള്ള ഒരു അന്തരം അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. രോഹിണി നക്ഷത്രക്കാരായ ചെറുപ്പക്കാരുടെ ആശയങ്ങൾ മുതിർന്ന ആൾക്കാർക്ക് അക്സെപ്റ്റബിൾ അല്ല, അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു മാസത്തെ ഫലമായിട്ട് പറയാനുള്ളത്. അനാവശ്യ ചിലവുകളുണ്ടാകാം, കൂട്ടുകാരുടെയൊക്കെ പ്രലോഭനങ്ങളുണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചത്. പല പല വഴിവിട്ട കാര്യങ്ങളും ചെയ്യാനുള്ള പ്രലോഭനങ്ങൾ പല വഴിയിൽ നിന്നും രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടായേക്കാം. എല്ലാ കാര്യങ്ങളിലും കുടുംബത്തിൻ്റെ പിന്തുണ ലഭിക്കുന്നതാണ്. രോഗം ബാധിച്ച ആൾക്കാർ നല്ല ചികിത്സ തേടേണ്ടതാണ്. രോഗം ഇപ്പോൾ ചികിത്സ
നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആ ചികിത്സ ഇപ്പോഴുള്ള ചികിത്സയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ചികിത്സയോ തേടേണ്ടതാണ്. പൊതുവേ നോക്കുമ്പം കുഴപ്പമില്ല. സാമ്പത്തികമായിട്ട് പൂർണ്ണമായിട്ടും ഗുണകരമെന്ന് പറഞ്ഞുകൂടാ, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. മകയിര നക്ഷത്രമാണ് അടുത്തത്. മകയിര നക്ഷത്രക്കാർ ശാസ്ത്രീയമായി പഠിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് ഈ സമയത്ത്. എന്നാൽ കഴിവുകളൊന്നും പുറത്തെടുക്കാൻ ഉള്ള അവസരങ്ങൾ ഉണ്ടാകണമെന്നില്ല. മനസ്സിൽ പല ഉദ്ദേശങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം സാധിക്കണമെന്നില്ല. പിന്നെ വ്യായാമം തുടങ്ങിയ ദിനചര്യങ്ങളൊക്കെ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ കാര്യങ്ങളിൽ കാലതാമസത്തിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ബന്ധുക്കളുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ അതേ സമയത്ത് തന്നെ നേരത്തെ അകന്നു നിന്ന പല ആൾക്കാരും അടുത്ത് വരാനും സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, അകന്നു നിന്നവർ അടുത്ത് വരുമ്പോഴും അടുത്ത് ഉണ്ടായിരുന്നവർ അകന്നു പോകുമ്പോഴും നമുക്കൊരു ശ്രദ്ധ വേണമെന്ന് പറയാറുണ്ട്. കാരണം അവരുടെ അടുത്ത നീക്കം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുക. മകയിര നക്ഷത്രക്കാർ പൊതുവേ ആളുകളെ നന്നായിട്ട് പഠിച്ച് മാത്രം റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാലും ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. പല സോഴ്സുകളിൽ നിന്നും ധനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ചിലവ് വർദ്ധിക്കും എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. പലപ്പോഴും അബദ്ധം സംഭവിക്കാനിടയുള്ളത് സ്വന്തം ഉത്തരവാദിത്തങ്ങൾ വേറൊരാളിനെ ഏൽപ്പിച്ചിട്ട് സ്ഥലത്തുനിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ, അതായത് നമ്മുടെ ഒരു ജോലിയിലാണെങ്കിൽ നമ്മുടെ ചാർജ് വേറൊരാളിനെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല വിദ്യാർത്ഥിയാണെങ്കിൽ, മറ്റൊരു ആളിനെ നമ്മുടെ അസൈൻമെൻറ്റ്സ് സമർപ്പിക്കാനൊക്കെ ഏൽപ്പിച്ചാൽ അത് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറ്റേയാൾ നിറവേറ്റുന്നുണ്ടോ എന്നുള്ളൊരു വ്യക്തമായ നിരീക്ഷണം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അബദ്ധം പറ്റാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ദോഷകരമായ ചില നടപടികൾ ഉണ്ടാകും എന്ന് സൂചന വന്നാൽ പോലും അത് അങ്ങനെ വരണമെന്നില്ല, മാറിപ്പോകുന്നതാണ്. ദൈവാനുഗ്രഹം ഉള്ളൊരു സമയമാണ്. വിവാദങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ള ഒരു ഉപദേശം കൂടെ ഈ കൂടെ പറയാനുണ്ട്. അടുത്ത തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് സൂര്യൻ 7-ലും 8-ലുമാണ് ഈ ജനുവരി മാസത്തിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരല്പം ബുദ്ധിമുട്ടുകൾ ചില കാര്യങ്ങളിൽ നേരിടാം. പ്രത്യേകിച്ച് സർക്കാർ കാര്യങ്ങളിൽ ശമ്പള വർധനവ്, പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. എന്ന് പറഞ്ഞാൽ കിട്ടുകയില്ല എന്നുള്ളതല്ല, അല്പം വൈകും എന്നുള്ളതാണ്. പിന്നെ കരാർ പണികളൊക്കെ ചെയ്യുന്നവർക്ക് അത്ര ഗുണകരമായ സമയമല്ല. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ പാർട്ട്ണർമാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്ന് വിട്ടു നിൽക്കാനൊക്കെയുള്ള ആലോചനകൾ ഉണ്ടായേക്കാം. കുറേയേറെ അലച്ചിലുകൾ പല കാര്യങ്ങളിലും ചെയ്യേണ്ടി വരും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ വിദേശവുമായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന മാസമാണ്. അല്ലെങ്കിൽ അതിനുള്ള ഫൗണ്ടേഷൻ, അതിനുള്ള അടിസ്ഥാനങ്ങൾ ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു അലസത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതിനെ മറികടന്ന് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ബന്ധുവിരോധം നേരിടാൻ സാധ്യതയുണ്ട്. ചില ബന്ധുക്കൾ ഒളിഞ്ഞോ തെളിഞ്ഞോ നമുക്കെതിരെ പ്രവർത്തിക്കാനുള്ളൊരു സാധ്യതയും ഉണ്ട്. പിന്നെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. ക്ഷേത്രങ്ങളോ പള്ളികളോ ഒക്കെ സന്ദർശിക്കാനുള്ള യോഗവും ഉണ്ടാകുന്നതാണ്. പുണർതം നക്ഷത്രമാണ് അടുത്തത്. പുണർതം നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകത എന്താണ്? വ്യാഴം വക്രഗതിയിലാണ്. അവരുടെ നക്ഷത്ര ദശാധിപനായ വ്യാഴം വക്രഗതിയിലാണ്. പല സമ്മർദ്ദങ്ങളും ഉണ്ടായേക്കാം. ചില കാര്യങ്ങളിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു മാനസികാവസ്ഥ എത്തിപ്പോയാലും സംയമനം പാലിക്കുക, എപ്പോഴും അഭിപ്രായങ്ങളിൽ സ്ഥിരത പാലിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പല സ്കീമുകളുമായിട്ട് ആൾക്കാർ സമീപിക്കും. പല പല ആനുകൂല്യങ്ങളും വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ ആളുകൾ സമീപിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ ഒന്നും തട്ടിപ്പുകളിൽ വീഴരുത്. റിയലാണോ, ശരിക്കുള്ള ഒരു കമ്പനിയാണോ, അല്ലെങ്കിൽ ശരിക്കുള്ള ഒരു സ്കീമാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ നിക്ഷേപങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഷെയർ എടുക്കുന്നതാണെങ്കിൽ എന്താണെങ്കിലും ചെയ്യാവുള്ളൂ. പിന്നെ സഹപ്രവർത്തകരുമായിട്ട് ചെറിയ ചെറിയ തർക്കങ്ങൾ ഉണ്ടായേക്കാം. നമ്മൾ പറയുന്ന ഒരു രീതിയിലായിരിക്കില്ല മറ്റുള്ളവർ പ്രതികരിക്കുന്നത്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടാകാം. ചില കാര്യങ്ങളിൽ കാലതാമസമോ അല്ലെങ്കിൽ കാര്യങ്ങൾ നീട്ടിവെക്കേണ്ട അവസ്ഥയോ ഒക്കെ നേരിടേണ്ടി വന്നേക്കാം. ദാമ്പത്യ സൗഖ്യം ലഭിക്കുന്ന കാലഘട്ടമാണ്. പ്രണയിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ആഡംബര വസ്തുക്കൾ, നല്ല വസ്ത്രങ്ങൾ ഒക്കെ വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനുള്ള യോഗമുണ്ട്. സുഹൃത്തുക്കളെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല സുഹൃത്തുക്കളാണോ, അവരുടെ ബാക്ക്ഗ്രൗണ്ടിലൂടെ ഒന്ന് പരിശോധിച്ചെടുക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ ശ്രദ്ധ കുറയാനുള്ള സാധ്യതയുണ്ട്. അവർ മറ്റു പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കാൻ സാധ്യതയുണ്ട്. അച്ഛനമ്മമാരൊന്ന് ശ്രദ്ധിക്കുക. അന്യദേശത്തേക്ക് യാത്ര ചെയ്യാൻ, അതിപ്പം വിനോദയാത്രയായിട്ട്
അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയുള്ള യാത്ര, പഠനത്തിന് വേണ്ടിയിട്ട് പോവുക, ഇതൊക്കെ സാധ്യതയുള്ള കാലഘട്ടമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ചെറിയ രോഗങ്ങളാണെങ്കിലും അത് നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് പരിശോധിപ്പിച്ച് നോക്കുക. കാരണം ചില രോഗസാധ്യതകളുള്ള സമയമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക. വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പൂയ നക്ഷത്രമാണ് അടുത്തത്. പൂയ നക്ഷത്രത്തിൻ്റെ നക്ഷത്രദശാധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. ശനിയുടെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് സ്വന്തം ക്ഷേത്രത്തിൽ, മൂലത്രികോണ ക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആത്മശക്തി, ധൈര്യമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും ആധികാരികമായിട്ട് അഭിപ്രായം പറയാനും ശാസ്ത്രീയമായിട്ട് തന്നെ കാര്യങ്ങൾ വിശകലനം ചെയ്യാനൊക്കെ സാധിക്കും. കർമ്മരംഗത്ത് സജീവമാകാനായിട്ട് സാധിക്കും. ഇഷ്ടവസ്തുക്കൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ജോലിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. മക്കൾക്കൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾക്ക് ഒക്കെ ജോലി സാധ്യതയോ അല്ലെങ്കിൽ പുതിയൊരു വ്യാപാര രംഗത്തേക്ക് പ്രവേശിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. നമ്മുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ വിലമതിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാര്യങ്ങൾ പൂർണ്ണമായിട്ടും സ്പീഡിൽ പോയില്ലെങ്കിലും മിക്കവാറും കുറേ ഏറെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ പൂയ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു മാസമാണ് ഈ ജനുവരി 2025. അടുത്ത ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ബിസിനസ്സിൽ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ പുരോഗതി ഉണ്ടാകുന്നതാണ്. ധനപരമായിട്ട് 100% എന്ന് പറയത്തില്ലെങ്കിലും ഒരു 80% ധനപരമായിട്ട് ഗുണകരമായിട്ട് വരുന്നതാണ്. നമുക്ക് പൈസ തരാനുള്ളവരൊക്കെ തരും. അതുപോലെ തന്നെ നേരത്തെ കടം വാങ്ങിച്ചിട്ട് തരാതിരുന്നവരൊക്കെ ഈ സമയത്തത് തരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ധനപരമായിട്ട് വലിയ ദോഷങ്ങൾ ഉണ്ടാകുകയില്ല. എന്നാൽ കൂട്ടുകച്ചവടത്തിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉന്നത പഠനത്തിനുള്ള യോഗം ഉണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി കൂടുതൽ ഗുണകരവും രണ്ടാമത്തെ പകുതി അത്ര ഗുണകരവുമല്ല. രണ്ടാമത്തെ പകുതിയിൽ അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരികയോ അല്ലെങ്കിൽ അലച്ചിലുണ്ടാകുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം നോക്കേണ്ടത്, ദാമ്പത്യ കാര്യങ്ങളിലൊക്കെ പൊതുവെ കുഴപ്പമില്ല. ചെറിയ തർക്കങ്ങളുണ്ടായാലും നല്ല രീതിയിൽ തന്നെ കുടുംബജീവിതം മുന്നോട്ട് പോകും. കായിക മത്സരങ്ങളിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമൊക്കെ വിജയം ലഭിക്കുന്നതാണ്. ജന്മരാശിയിലാണ് ഈ ചൊവ്വ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഴ്ച, ചതവ്, മുറിവ് തുടങ്ങിയവ ഉണ്ടാകാതെ സൂക്ഷിക്കുക. ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴും പൊതുവെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം. ചൊവ്വ അങ്ങനെ ആണല്ലോ, മുറിവ് ചതവിൻ്റെയൊക്കെ നാഥനാണല്ലോ ചൊവ്വ, കാരകനാണല്ലോ. അതുപോലെ തന്നെ സംസാരിക്കുമ്പോഴും ഒരു ശ്രദ്ധ വേണം. ഈ ചൊവ്വ ഇത്തിരി കുത്തി സംസാരിക്കുന്ന ഒരു സ്വഭാവമുള്ള ഗ്രഹമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എലമെൻറ്റിനെ അത് ബാധിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരത്തിന് മൂർച്ച കൂടാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും മാന്യമായിട്ട് നല്ല വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ഈ ചൊവ്വയുടെ ഒരു പ്രത്യേക സ്ഥിതി കൊണ്ട്. അപ്പം പിന്നെന്താണ്, പഴയ സുഹൃത്തുക്കളെ കാണാനോ അല്ലെങ്കിൽ പഴയ പഠിച്ച സ്ഥലങ്ങളിലൊക്കെ പോകാനോ പ്രായമായിരിക്കുന്ന ബന്ധുക്കളെ സന്ദർശിക്കാനോ ഒക്കെ യോഗമുള്ള ഒരു മാസമാണ് 2025 ജനുവരി മാസം. അപ്പോൾ ഇതാണ് നമുക്ക് അശ്വതി മുതൽ ആയില്യം വരെയുള്ളവരുടെ ജനുവരി മാസ ഫലമായിട്ട് പറയാനുള്ളത്. അപ്പം എല്ലാവർക്കും നല്ല പ്രാർത്ഥനയോടുകൂടിയ ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും അത്യാവശ്യമാണ്. നമുക്കും നമ്മുടെ അനന്തര തലമുറയ്ക്കുമൊക്കെ നല്ല ഭദ്രമായ ഭാവി ഉണ്ടാകാനായിട്ട് പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. അപ്പം പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. എല്ലാവർക്കും സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ കുടുംബപരമായിട്ടുമൊക്കെ ഈ ഒരു മാസം 2025 ജനുവരി മാസം വളരെ നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.